ബോളിവുഡിന്റെ ഇതിഹാസ നായകനും ഹീമാൻ എന്നറിയപ്പെട്ടിരുന്ന താരവുമായിരുന്ന ധർമ്മേന്ദ്ര 89-ാം വയസ്സിൽ വിടവാങ്ങിയിരിക്കുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിലൂടെ ഇന്ത്യൻ സിനിമയിൽ ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചാണ് അദ്ദേഹം യാത്രയായത്. ഷോലെ സീത ഓർ ഗീത, പ്രത്യേക ഉൾപ്പെടെ 300-ലധികം ചിത്രങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടി. അഭിനയ ശൈലിയും ആക്ഷൻ രംഗങ്ങളിലെ തീവ്രതയും ചേർന്ന ഒരു പുതിയ നായക സങ്കല്പത്തിന് അദ്ദേഹം രൂപം നൽകി. കുട്ടിക്കാലം മുതലേ സിനിമയിൽ അഭിനയിക്കുക എന്നത് ധരമിന്റെ സ്വപ്നമായിരുന്നു. അതിനായി ഇറങ്ങിത്തിരിക്കാനുള്ള ആത്മവിശ്വാസം കിട്ടുന്നത് ഫിലിം ഫെയർ നടത്തിയ നാഷണൽ ന്യൂ ടാലന്റ് കോൺടെസ്റ്റിൽ വിജയിക്കുന്നതോടെയാണ്. പിന്നാലെ ധരം ബോംബെക്ക് വണ്ടി കയറി. ഏറ്റവും ഇതിഹാസ തുല്യരായ നായകന്മാരിൽ ഒരാളായാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. അമിതാഭ് ബച്ചനേക്കാളും ഷാരൂഖ് ഖാനേക്കാളും അധികം ഹിറ്റുകൾ സൃഷ്ടിക്കാൻ ധർമ്മേന്ദ്രയ്ക്ക് സാധിച്ചു. 75 വിജയ സിനിമകളിൽ അദ്ദേഹം നായകനായി. ഇവയിൽ 7 സൂപ്പർ ഹിറ്റുകളായിരുന്നു. 6 ബ്ലോക്ക് ബസ്റ്ററുകളായി കണക്കാക്കപ്പെടുന്നു. ദിൽ ബി തേരെ ഹം ബി തേരെ എന്ന സിനിമയിലൂടെ 1960-ലാണ് ധർമ്മേന്ദ്ര രംഗത്ത് വരുന്നത്. അന്ന് 24 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 1965-ൽ ഹക്കീക്കത്ത് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. തുടക്കകാലത്ത് റൊമാൻറ്റിക് വേഷങ്ങളായിരുന്നു ചെയ്തതിലധികവും. 80കളോടെ അദ്ദേഹം ആക്ഷൻ ചിത്രങ്ങളിലേക്ക് തിരിഞ്ഞു. ഇതോടെ ബോളിവുഡിന്റെ ഹീമാൻ ഉദയം കൊണ്ടു. ആക്ഷന് പുറമെ കോമഡിയും ഇമോഷണൽ കഥാപാത്രങ്ങളും എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരുടെ കയ്യടിയും നിരൂപകരുടെ പ്രശംസയും നേടിയെങ്കിലും ഒരിക്കലും ധർമ്മേന്ദ്രയെ തേടി പുരസ്കാരങ്ങളൊന്നും എത്തിയിരുന്നില്ല. 4 തവണയാണ് ഫിലിം ഫെയറിന്റെ മികച്ച നടനായുള്ള നോമിനേഷനിൽ വന്നുപോയത്. ബോളിവുഡിലെ ഏറ്റവും തലതൊട്ടപ്പനായ നടനായിരുന്നെങ്കിലും വ്യക്തി ജീവിതത്തെ ഏറ്റവും ശാന്തവും സ്വകാര്യപരമായും കൊണ്ടു നടന്നിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം കരൺ ജോഹറിന്റെ റോക്കി ഓർ റാണി കി പ്രേം കഹാനിയിലൂടെയാണ് അദ്ദേഹം തിരികെ വരുന്നത്. പിന്നാലെ തേരി ബാത്തോं में ऐसा उलझा ജിയയിലും അഭിനയിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുമ്പായി അഭിനയിച്ച 21 ഡിസംബറിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്. സിനിമയെ സ്നേഹിച്ച് സിനിമയിൽ ജീവിച്ച് മരിച്ച ധർമ്മേന്ദ്രയ്ക്ക് വിട.